ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. എൻ്റെ പേര് വിനോദാണ്. ഇന്ന് നമ്മൾ വൊക്കാബിൻ്റെ അടുത്ത വീഡിയോയിലായിട്ടാണ് നമ്മൾ പോകുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഈ വീഡിയോസ് നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പറിലുള്ള ട്രെൻഡിങ് വൊക്കാബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മീനിങ്, യൂസേജ്, സിനോണിം, ആൻറ്റോണിം ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഇപ്പോൾ ഞാൻ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യുക, യൂസേജ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതേപോലെ ആ വേർഡിനെ നിങ്ങളുടെ ലൈഫിൽ ഒരു സിനാരിയോയിൽ യൂസ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ഇടുക. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ് ആൻഡ് that will help you a lot in retaining these words. Okay, please understand, by hearting the words is not helpful or neither advisable. Please try to use those words in your real life scenario, then only it will help you a lot. And അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എത്രത്തോളം പറ്റുമോ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് കമൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് അറിയിക്കുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വേർഡ്. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കോൺസ്പിക്യൂസ്ലി ആണ്. കോൺസ്പിക്യൂസ്ലി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ഒരു നമ്മളെ സൊസൈറ്റിയിൽ ജനറലി നമ്മളിപ്പോൾ ജെൻസി യൂത്തുകൾ ഒരു വെറൈറ്റി ടൈപ്പിലുള്ള ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലുമായിട്ട് ഇട്ടിട്ട് പോകും, എല്ലാവരും ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ മൊത്തം തല പൊക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പാൻറ്റ്, നിങ്ങൾക്കറിയാം, ഞാൻ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുന്നതിനാണെന്ന്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസിനാണ് കോൺസ്പിക്യസ് ബിഹേവിയർ അല്ലെങ്കിൽ അപ്പിയറൻസ് എന്ന് പറയുന്നത്. കോൺസ്പിക്യസ്ലി മീൻസ് in a way that is very noticeable, എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവത്തെയാണ്, ഓർ അട്രാക്ട്സ് അറ്റൻഷൻ ഓഫൺ ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വം ചെയ്യുന്ന ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ മനഃപൂർവ്വം അട്രാക്ട് ചെയ്യുന്ന ഒരു ബിഹേവിയറിനാണ് കോൺസ്പിക്യസ് ബിഹേവിയർ എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ പറയുന്നത്, ഷീ വാസ് കോൺസ്പിക്യസ്ലി ആബ്സെൻറ്റ് ഫ്രം ദ അവാർഡ് സെറമണി റേസിംഗ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹെർ കലീഗ്സ്. അപ്പോൾ അവൾ അവാർഡ് സെറമണിയിൽ ആബ്സെൻ്റ് ആയിരുന്നു. അത് എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതായിട്ട് അവൾ മനഃപൂർവ്വം ആബ്സെൻ്റ് ആണ്. അതിൻ്റെ കാരണം കൊളീഗ്സിനിടയിൽ എന്താണ്, ഒരു കൺസേൺ റേസ് ആയി, ക്വസ്റ്റ്യൻ റേസ് ആയി, എന്താണ് അവളിങ്ങനെ ആബ്സെൻ്റ് ആയെന്ന്. ഓക്കെ, പലപ്പോഴും നമുക്കറിയാമല്ലോ, ചില സെലിബ്രിറ്റീസ് അവാർഡ് ഫംഗ്ഷൻസിൽ അറ്റൻഡ് ചെയ്യാറില്ല, എന്നാൽ അവർ സൈലൻ്റ്ലി അതിനെ ഒഴിവാക്കുന്നതല്ല, വേറെ എവിടെയെങ്കിലും അവരിത് അറിയിക്കുകയും ചെയ്യും, ദാറ്റ് ഇന്ന കാരണം കൊണ്ടാണ് അറ്റൻഡ് ചെയ്യാത്തതെന്ന്. അപ്പോൾ ആൾക്കാരെ ശ്രദ്ധപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ആക്ഷൻ അവർ കാണിക്കുകയും ചെയ്യും. അതിനാണ് കോൺസ്പിക്യസ്ലി എന്ന് പറയുന്നത്. സോ സിനോണിം നോട്ടീസബിളി ആണ് പ്രോമിനൻ്റ്ലി, ആൻറ്റോണിംസ് എന്ന് പറയുന്നത് ഇൻകോൺസ്പിക്യസ്ലി അല്ലെങ്കിൽ അൺനോട്ടീസബിളി. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഞാൻ ഈ പറയുന്ന വൊക്കാബ്സ് ഞാൻ പറഞ്ഞില്ലേ, ഈ വേർഡിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റിയൽ ലൈഫ് സിനാരിയോയിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് അതിനെ നമ്മളെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഇതിൽ നിങ്ങൾ ഗ്രാമർ ശരിയാവോ ഇല്ലെന്ന് നോക്കണ്ട, ജസ്റ്റ് അപ്ലൈ ചെയ്യ് ആൻഡ് ട്രൈ ടു പുട്ട് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അങ്ങനെ ഒരു ഹാബിറ്റ് ബിൽഡപ്പ് ആകുമ്പോൾ എന്നും നിങ്ങൾ ചെയ്തു വരുമ്പോൾ തന്നെ ഈ വേർഡ്സ് നിങ്ങളെ മനസ്സിലിരിക്കും. ഒരു 100 വേർഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 40 ആണെങ്കിൽ ഓർമ്മ നിൽക്കും, വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ അടുത്ത് ഓർമ്മ നിൽക്കും. ഈ ഒരു ഹാബിറ്റ് കൊണ്ടുവരിക. ഓക്കെ, ദാറ്റ്സ് സിമ്പിൾ. വളരെ ബുദ്ധിമുട്ടുള്ള ഗ്രാമർ ആരും നിങ്ങളിവിടെ ജഡ്ജ് ചെയ്യാൻ പോകണില്ല. ഓക്കെ, എല്ലാവരും അവസ്ഥ ഒരേപോലെ തന്നെയാണ്. ലെറ്റ്സ് സീ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് പ്രൊസൈക്ക്. പ്രൊസൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ വളരെ ഡൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ പലപ്പോഴും ടീച്ചിങ്ങിനെ കുറിച്ച് തന്നെ പറയാം. ചില ഫാക്കൽറ്റീസ് വളരെ നല്ല കണ്ടന്റ് ആയിരിക്കും തരുന്നത്, പക്ഷേ അവർക്ക് ഈ ചാടി കുതിച്ച് ഭയങ്കരമായിട്ട് ഓവർ എക്സ്പ്രഷൻ ചെയ്ത് പഠിപ്പിക്കാൻ അറിയില്ല. അപ്പോൾ ഇവൻ തോ അവരെ കണ്ടന്റ് എന്താണ്, വളരെ നല്ലതാണ്, എന്നാലും അത് ഡള്ളായിരിക്കും. സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, അവർ സ്ട്രേറ്റ് ഫോർവേഡ് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അത് ഡള്ളായിരിക്കും, കുറച്ച് ബോറിംഗ് ആയിരിക്കും. അതിനെയാണ് പ്രൊസൈക്ക് എന്ന് പറയുന്നത്. സംതിങ് വിച്ച് ഇസ് dull, ordinary or lacking imagination or excitement. It can also mean straightforward or matter of fact in style. Okay, that is what we mean by prosaic. That is very straightforward, dull or ഒരു എക്സ്ട്രാ ഒരു ഇതില്ലാതെ സിമ്പിൾ ആയിട്ട് പോകുന്ന ഒരു സംഭവം. ഓക്കെ, സോ ദ ഫിലിം വാസ് ബ്യൂട്ടിഫുള്ളി ഷോട്ട് ബട്ട് ദ സ്റ്റോറി ലൈൻ വാസ് പ്രൊസൈക് ആൻഡ് പ്രഡിക്റ്റബിൾ. സോ ബേസിക്കലി എന്താണ്, ഫിലിമിനെ വളരെ നല്ല രീതിയിൽ സിനിമാറ്റോഗ്രാഫിയൊക്കെ നന്നായിരുന്നു, പക്ഷേ ഫിലിം എന്തായിരുന്നു, പ്രൊസൈക് ആയിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, കുറച്ച് ഡള്ളായിരുന്നു, ബോറിംഗ് ആയിരുന്നു, എന്നിട്ട് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഇനി മുമ്പോട്ട് എന്താണ് സംഭവിക്കുന്നത്. അങ്ങനത്തെ കുറേ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സോ ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ പ്രൊസൈക്. ഓക്കെ, അതിൻ്റെ സിനോണിമാണ് മുണ്ടേൻ. മുണ്ടേൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മളെ മുണ്ടേൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ആയിട്ടുള്ള ബോറിംഗ് ആക്ടിവിറ്റീസിനാണ് നമ്മൾ മുണ്ടേൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞില്ലേ, തുണി നനയ്ക്കുക, പാത്രം കഴിയുക, ഇതൊന്നും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ, എക്സൈറ്റ്മെൻറ്റുള്ള കാര്യങ്ങളല്ലല്ലോ. അതുപോലെ അൺഇൻസ്പയർഡ്, ഇൻസ്പിറേഷൻ ഇല്ലാത്ത. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഇമാജിനേറ്റീവ്, എക്സൈറ്റിംഗ്. ഇതിന് നേരെ ഓപ്പോസിറ്റ്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് പറയും, ഈ ഇമാജിനേറ്റീവ് ഓർ എക്സൈറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് എനൻസിയേഷൻ. ഇനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഐഡിയ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എനൻസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇഫ് യു സേ ദാറ്റ് യു ആർ എനൻസിയേറ്റിംഗ് സംതിങ്, ദാറ്റ് മീൻസ് യു ആർ എക്സ്പ്രസിംഗ് an ഐഡിയ ഓർ യുവർ വേർഡ്സ് very clearly so that the person in front of you does not have any misunderstanding. Okay, that is what we mean by enunciation. So refers to the act of pronouncing words clearly and distinctly. It can also mean expression or articulation of idea or opinion clearly. Okay, അടുത്ത യൂസേജ് പറയുകയാണെങ്കിൽ, the speaker's clear enunciation made it easy for everyone to understand his message. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന സ്പീക്കർ, സ്റ്റേജിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ വളരെ ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം
ക്രൗഡിന് എന്താണ് ഒരു കൺഫ്യൂഷനോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഉണ്ടായില്ല. ഓക്കെ, എന്താണ് അയാൾ പറയുന്നത് അയാൾക്ക് എനൻസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്ലിയർ ആയിട്ട് ഫ്രണ്ടിലോട്ട് പുട്ട് ഫോർത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് എനൻസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അടുത്ത് എനൻസിയേറ്റിന് സിനോണിം എന്ന് പറയുന്നത് ആർട്ടിക്കുലേഷൻ ഓർ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, അതുപോലെ ആന്റോണിം എന്ന് പറയുന്നത് മമ്പൽ ഓർ സ്ലർ. ഈ മമ്പൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു വ്യക്തത ഇല്ലാതെ സംസാരിക്കുന്നതിനാണ് മമ്പൽ എന്ന് പറയുന്നത്. ബേസിക്കലി ഫമ്പൽ ചെയ്തൊക്കെ സംസാരിക്കുന്നതിനാണ്, ഫംബ്ലിങ് ചെയ്ത് സംസാരിക്കുന്നതിനാണ് മമ്പൽ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറേ ഫംബിൾ ചെയ്ത് സംസാരിക്കുമ്പോൾ ഫ്രണ്ടിലുള്ള ആൾക്ക് മനസ്സിലാവില്ല നമ്മൾ ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരെ കൺവേ ചെയ്യുന്നുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് നുവാൻസ്ഡ്. നുവാൻസ്ഡ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ മീനിങ്ങിൽ ചെറിയ സട്ടൽ ഡിഫറൻസസ് വരില്ലേ, അതിനെ നമ്മൾ ക്ലിയർ ആയിട്ട് പുട്ട് ഫോർത്ത് ചെയ്യണതിനാണ് നുവാൻസ്ഡ് എന്ന് പറയുന്നത്. നുവാൻസ്ഡ് അപ്രോച്ച് മീൻസ് സട്ടൽ, ഇവിടെ വെക്ക്, nuanced has a subtle difference in meaning, expression or sound. It shows a fine or delicate distinction. രണ്ട് കാര്യത്തിനുള്ള ഡിസ്റ്റിങ്ഷനെ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നതിനാണ് നുവാൻസ്ഡ് എന്ന് പറയുന്നത്. നുവാൻസ്ഡ് അപ്രോച്ച് മീൻസ് ഹി ഹാസ് ടേക്കൺ എ വെരി ഡെലിക്കേറ്റ് ഓർ എ ഫൈൻ അപ്രോച്ച്. ഹി ഹാസ് ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ ദ അതർ ഫൈൻലി or വളരെ delicately. That is what we mean by nuanced. Her arguments were well reasoned and nuanced, considering multiple perspectives before drawing a conclusion. So വളരെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ടായിരുന്നു, എന്നാലും അവളുടെ ആർഗ്യുമെൻറ്റ് എന്തായിരുന്നു? വെൽ റീസൺഡ് ആയിരുന്നു. വെൽ റീസൺഡ് എന്ന് പറഞ്ഞാൽ തോട്ട് ഔട്ട് ആയിരുന്നു ആൻഡ് നുവാൻസ്ഡ് ആയിരുന്നു. നുവാൻസ്ഡ് എന്ന് പറഞ്ഞാൽ പല പെർസ്പെക്റ്റീവ്സിൻ്റെ ഡിഫറൻസസ് ക്ലിയർ ആയിട്ട് പറഞ്ഞ് ആണ് അവൾ എന്ത് ചെയ്തത്, ആ കൺക്ലൂഷനിലോട്ട് എത്തിയത്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ് ഹിയർ. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം ഒരു മീനിങ് സട്ടൽ ഡിഫറൻസ്. സട്ടൽ മീൻസ് സ്ലൈറ്റ് ഡിഫറൻസസ്, ചെറിയൊരു ഡിഫറൻസ്. റിഫൈൻഡ്, അതിൻ്റെ ആൻറ്റോണിംസ് എന്ന് പറയുന്നത് ഒബ്വിയസ് ഓർ ക്രൂഡ്. ഒബ്വിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒരു വ്യക്തത ഇല്ലാതെ ജനറലായിട്ട് പറയുന്ന രീതിയിൽ പറയുമ്പോഴാണ് ഒബ്വിയസ് എന്ന് പറയുന്നത്. അതേപോലെ ക്രൂഡ് എന്ന് പറയുമ്പോഴും, ക്രൂഡായിട്ട് അറിയാമല്ലോ, നമുക്ക് ക്രൂഡിനെയാണ് നമ്മൾ റിഫൈൻ ചെയ്ത് ബെറ്റർ ആക്കുന്നത്. സോ ക്രൂഡായിട്ട് പറയുമ്പോൾ അത് ക്ലിയറിറ്റി ഇല്ലാത്ത രീതിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഈസ് ഫ്ലെജ്ലിംഗ്. ഫ്ലെജ്ലിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് ലിറ്ററലി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പക്ഷികളില്ലേ, അവരെയൊക്കെ കുഞ്ഞുങ്ങളില്ലേ, അതിനാണ് ഫ്ലെജ്ലിംഗ് എന്ന് പറഞ്ഞാൽ. ബേസിക്കലി യങ് ഓർ ന്യൂ വിത്തൗട്ട് എക്സ്പീരിയൻസ്, അതിനാണ് ഫ്ലെജ്ലിംഗ് എന്ന് പറയുന്നത്. സോ റിയൽ ലൈഫ് സിനാരിയോസ് അല്ലേ, മെറ്റഫോറിക്കലി നമ്മൾ അതിനെ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു ഫസ്റ്റ് ടൈം ജോബ് നോക്കുകയാണെങ്കിൽ ആ കമ്പനിക്ക് വേണ്ടി നമ്മളൊരു ഫ്ലെജ്ലിംഗ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് ആ ഫീൽഡിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല, നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്, അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനം ഫ്ലെജ്ലിംഗ് ആണ്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് വെരി യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇസ് വാട്ട് വി മീൻ ബൈ or what we understand by the word fledgling. Okay, fledgling refers to a person, organization or system that is new, inexperienced or just beginning to develop. It also literally means a young bird that has just acquired its feathers and is learning to fly. Okay, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. The fledgling company is already showing signs of rapid growth despite being only a few months old. അപ്പോൾ ഈ കമ്പനി ഫ്ലെജ്ലിംഗ് കമ്പനിയാണ്. ദാറ്റ് ഈസ് വളരെ യങ് ആണ്, ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്, പക്ഷേ റാപ്പിഡ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് മാസം പഴക്കേ ഉള്ളൂ, എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, റാപ്പിഡ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ഫ്ലെജ്ലിംഗ്. സോ അതിൻ്റെ അർത്ഥം നൊവൈസ്. നൊവൈസ് എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്, അതേപോലെ ബിഗിനർ. അതിൻ്റെ ആന്റോണിം എന്ന് പറയുന്നത് എക്സ്പേർട്ട് ഓർ വെറ്ററൻ. ഓക്കെ, വെറ്ററൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, പഴക്കമുള്ള ആൾക്കാർ. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ദിസ് വേർഡ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും വേർഡ്സ് തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ എല്ലാ വേർഡിൻ്റെ യൂസേജ് നിങ്ങൾ കമൻറ്റിൽ ഇടുക. അങ്ങനെ വരുമ്പോൾ ഒരു ശീലമാവും. ആ ശീലം നിങ്ങൾക്ക് വേർഡ്സ് ഓർമ്മ വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.